കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 19 വരെ UDF-ന് എന്നുള്ളതാണ് പ്രൊജക്ഷൻസ്. വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ ഇടതിന് കുറച്ചുകൂടെ ഒരു മെച്ചമായ സ്ഥിതി, വലിയ മെച്ചമായ സ്ഥിതി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ തുല്യം എത്താനുള്ള സാധ്യതയും കാണുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം കൂടി മെച്ചമായ സ്ഥിതിയിലായിരിക്കും ഇടതിന് കിട്ടുന്ന സീറ്റുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായി ഇടതു മുന്നണിയെ ബാധിച്ചിരുന്നു. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഇടത് ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാലും എന്ത് എന്നുള്ളൊരു പ്രശ്നം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. 2004 അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥിതി ഇപ്പോൾ എന്തായാലും ഇടതു മുന്നണിക്ക് അങ്ങനെ ദേശീയ തലത്തിൽ പ്രസക്തമായി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാലും BJP-ക്കെതിരെ പിന്നെ എനിക്ക് തോന്നിയത് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കാൻ വന്നത് കഴിഞ്ഞ തവണത്തെ പോലെ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല എങ്കിലും മൊത്തത്തിൽ രാഹുൽ ഗാന്ധിയെ BJP സർക്കാരും കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ഏജൻസികളൊക്കെ കൈകാര്യം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സിമ്പതി രാഹുൽ ഗാന്ധിയോട് ഇപ്പോഴും മലയാളികൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തു തോന്നുന്നു? തീർച്ചയായിട്ടും രാജീവ് പറഞ്ഞതിൻ്റെ കൂട്ടിച്ചേർത്ത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 19-1 എന്തായാലും ആവർത്തിക്കപ്പെടില്ല എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. 19-1 സ്കോർ ആവർത്തിക്കപ്പെട്ടാൽ ഇതിൻ്റെ ആ ഒരു മത്സര സ്വഭാവം അവിടെ അപ്രസക്തമാവുകയാണ്. 19-1 സ്കോർ മാറും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എത്രമേൽ 2, 3, 4, 5 എത്രമേൽ 1 വർദ്ധിച്ച് വരാൻ സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചതുപോലെ 1, 2, 3 BJP-ക്ക് 3 വരെ പ്രവചിച്ചു. ഒരെണ്ണമെങ്കിലും കിട്ടുമോ? അതല്ലെങ്കിൽ ഓർക്കുക, സുരേഷ് ഗോപി തൃശ്ശൂരിൽ 2,93,000 വോട്ട് നേടി. കഴിഞ്ഞ ഇലക്ഷനിൽ K. സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ 2,90,000 വോട്ട് നേടി. ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ 2,60,000 വോട്ട് നേടി. ഈ 2,93, ഈ 2,60 സംതിങ്, ഇതെല്ലാം 3 കടത്തി 3.5 ലക്ഷവും കടന്ന് കിട്ടിയാൽ ഒരു 70,000 80,000 വോട്ടും കൂടെ ഈ ആറ്റിങ്ങൽ, തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ BJP പിടിച്ചാൽ അവിടെ ഈ പറയുന്ന പോലെ എക്സിറ്റ് പോളുകൾ ആ ആഘോഷത്തിലേക്ക് ഒന്ന് അടുക്കും. അതാണ് 19-1 ആവില്ല. തീർച്ചയായിട്ടും രാജീവിനോട് യോജിക്കുന്നു. 19-1 ആവില്ല. സംഖ്യകൾ മാറും. മൂന്നാമതൊരു കോളം കൂടി ഫില്ല് ചെയ്യേണ്ടി വരുമോ? ഇല്ലയോ? മൂന്നാമതൊരു കോളം കൂടി ഫില്ല് ചെയ്യോ? തിരുവനന്തപുരത്ത് C. ശിവൻകുട്ടി കേക്ക്, ബാൻഡ് മേളം, സകല സംഗതികൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അതെ, ആ മനുഷ്യരെ നിരാശനാക്കരുത്. ഇനി ആഘോഷങ്ങൾക്ക് പെരുമ്പറ മുഴക്കാൻ ഈ രാത്രി കൂടി കാത്തിരുന്നേ മതിയാവൂ. നാളെ ഉച്ചയോടെ തന്നെ പറയാനാവൂ. ഈ മണ്ഡലങ്ങളിലെല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടം, ലക്ഷണമൊത്ത എല്ലാം തികഞ്ഞ ത്രികോണ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു. അതിൽ വെറുതെ ഇനി അവസാന മണിക്കൂറുകളിൽ ഷജുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഘടികാരം നിലയ്ക്കുന്ന നിമിഷത്തിൽ നമ്മൾ പ്രവചിക്കുന്നതിൽ കഥയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ കൃത്യമായും കഴിഞ്ഞ തവണത്തെ 2 ഫാക്ടേഴ്സ് ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒന്ന്, അതിൽ ശബരിമല തന്നെയാണ്. 2, രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവ് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ആവേശമുണ്ടായിട്ടില്ല. പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധി കടന്നു വന്നതിൻ്റെ നേട്ടം സ്വാഭാവികമായും കേരളത്തിലുണ്ട്. രാഹുലിനെ വേട്ടയാടുന്നു എന്ന വികാരം UDF-ന് ഗുണം ചെയ്തിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായ രാഷ്ട്രീയ ഘടകങ്ങളാണ് കേരളത്തിലേത്. അതുകൊണ്ട് ഈ 3 മണ്ഡലങ്ങളിലെ പ്രവചനങ്ങൾക്ക് ഞാൻ തയ്യാറേ അല്ല. മറ്റു മണ്ഡലങ്ങളിൽ തീർച്ചയായും ഇടതിനേക്കാൾ മുൻതൂക്കം UDF-നുണ്ട്. അത് എത്രത്തോളം എന്ന് കണ്ടറിയേണ്ടതുണ്ട്. മറ്റ് പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ചും ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ, ആലത്തൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ, മാവേലിക്കര പോലുള്ള മണ്ഡലങ്ങളിൽ അത് വളരെ നേരിയ വ്യത്യാസത്തിലായിരിക്കും വിധി കുറിക്കപ്പെടാൻ പോകുന്നത്. അതിലാർക്ക് എന്നത് അവസാന ഘട്ടത്തിൽ മാത്രമേ പറയാനാവൂ. അവരെ നിയന്ത്രിച്ചിരുന്നത് ഭരണവിരുദ്ധ വികാരമാണോ, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണോ, അത് കണ്ടറിയണം. ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ കോൺഗ്രസ് വളരെ സ്മാർട്ടായിട്ടാണ് ആ കാർഡ് ഇറക്കിയത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് ഇപ്രാവശ്യം ഇവിടെ ഉണ്ടാവില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ആ കാർഡ് വളരെ സ്മാർട്ടായിട്ടാണ് കോൺഗ്രസ് ഇപ്രാവശ്യം കളിച്ചത്.